നമസ്കാരം. എന്തൊരു കരച്ചിലാണിത്! ആരെ കാണിക്കാനാണ് ഈ കരച്ചിൽ? ഇതൊക്കെ കണ്ടാൽ തോന്നും ഇവിടുത്തെ പാവം തൊഴിലാളികളെ ഓർത്ത് ഉറക്കം വരാത്ത ഒരേയൊരു പാർട്ടി കോൺഗ്രസ് മാത്രമാണെന്ന്. സംഭവം മനസ്സിലായോ? കുറച്ച് ദിവസം മുൻപ് കൊച്ചിയിലും കോഴിക്കോട്ടും 900ഓളം ചെറുപ്പക്കാരെ ഒരു വിദേശ കമ്പനി ഒറ്റ രാത്രി കൊണ്ട് വഴിയാധാരമാക്കിയ സംഭവം നിങ്ങൾ കേട്ടിരുന്നോ? ഇപ്പോഴിതാ അതിന്റെ വാലും പിടിച്ച് ദേ വരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വക എക്സിൽ ഒരു വിരഹഗാനം. കേന്ദ്രത്തിന്റെ തൊഴിൽ നിയമം കറുത്ത നിയമമാണത്രേ. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള കശാപ്പ് നിയമമാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് ഉരുകുകയാണ്. അല്ല വേണുഗോപാൽജി, ഒരു കൊച്ചു സംശയമുണ്ട്. ഇക്കഴിഞ്ഞ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് നിങ്ങളുടെ UDF സർക്കാരല്ലേ? ഭരണം കയ്യിൽ വെച്ചുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടി സോഷ്യൽ മീഡിയയിൽ വന്ന് വിപ്ലവം പ്രസംഗിക്കാൻ എന്തെളുപ്പമാണ് അല്ലേ? സ്വന്തം സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി വിദേശ മുതലാളിമാർ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുമ്പോൾ അതിന് പരിഹാരം കാണേണ്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എവിടെ ഒളിച്ചിരിക്കുന്നു? കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാൻ നോക്കുന്ന ഈ തന്ത്രം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട പാവം ജനങ്ങളെ എങ്ങനെയാണ് ഇനി അന്താരാഷ്ട്ര തലത്തിൽ പറ്റിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ വലിയ സ്റ്റഡി നടത്തുന്നുണ്ടെന്നാണ് കേട്ടത്. ബുക്കൊക്കെ ഇറക്കുമോ എന്തോ. പാവം IT ജീവനക്കാരുടെ വിയർപ്പിന്റെ വില വാങ്ങി സുഖിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് മൂക്കുകയറിടാൻ വകയില്ലാത്തവരാണ് ഇപ്പോൾ പാർലമെന്റിലെ നിയമങ്ങളെക്കുറിച്ച് വലിയ വാചക കസർത്ത് നടത്തുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ വികസന വിരുദ്ധ സമരം നയിച്ചവർ ഇപ്പോൾ ഭരണകസേരയിലിരുന്ന് തൊഴിലാളികളെ ഒറ്റുകൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കൊച്ചിയിലെയും കോഴിക്കോട്ടെയും IT മേഖലയെ ആകെ നടുക്കിക്കൊണ്ട് കോറോ ഹെൽത്ത് എന്ന വിദേശ കമ്പനിയിൽ നിന്ന് ഒരൊറ്റ സുപ്രഭാതത്തിൽ എത്ര പേരെയാണ് ഇറക്കിവിട്ടതെന്നറിയാമോ? 800-ലധികം പാവം ചെറുപ്പക്കാരെയാണ് യാതൊരു മുൻകൂർ അറിയിപ്പുമില്ലാതെ വഴിയാധാരമാക്കിയത്. അവരുടെ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഒരൊറ്റ മെയിലിലൂടെ ഈ കോർപ്പറേറ്റ് വമ്പന്മാർ തല്ലിക്കെടുത്തിയത്. ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തും കടം വാങ്ങിയുമൊക്കെ പഠിച്ച് ഈ മേഖലയിലേക്ക് കടന്നു വന്ന സാധാരണക്കാരായ യുവാക്കളോടാണ് ഈ ക്രൂരത കാട്ടിയത്. പതിവ് പോലെ രാവിലെ കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഓഫീസിൽ വന്നു കയറിയ ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് ദാ പിടിച്ചോ എന്ന് പറഞ്ഞൊരു ടെർമിനേഷൻ ലെറ്റർ വെച്ചു കൊടുക്കുന്നു. ഈ നാണം കെട്ട ക്രൂരത നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ് ഇതിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഇവരുടെ അസൽ നിറം പുറത്തു വരുന്നത്. ഒരു ജനകീയ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ കാര്യം പോലും ചെയ്യാൻ മടിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിപ്ലവം ഒതുക്കുന്ന ഈ രീതി ശരിക്കും ലജ്ജാകരമാണ്. വേണുഗോപാൽജിയുടെ ഈ പോസ്റ്റിലെ അടുത്ത വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ IR കോഡ് പ്രകാരം 18,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരെ മാത്രമേ തൊഴിലാളിയായി കാണുന്നുള്ളൂ എന്നും അതുകൊണ്ട് IT ജീവനക്കാരെ മുഴുവൻ ഈ നിയമം വഴി കോർപ്പറേറ്റുകൾക്ക് വേട്ടയാടാൻ വിട്ടുകൊടുത്തു എന്നുമാണ് അദ്ദേഹം തട്ടിവിട്ടിരിക്കുന്നത്. ഈ വിവരദോഷം കേട്ടാൽ തോന്നും കേന്ദ്ര നിയമം കാരണം മാത്രമാണ് ഇവർക്ക് ജോലി പോയതെന്ന്. യഥാർത്ഥത്തിൽ നിയമത്തിന്റെ പഴുതുകൾ മുതലാക്കാൻ കമ്പനിക്ക് വഴിവിളക്ക് കാണിച്ചത് ഇവിടുത്തെ ഭരണാധികാരികളുടെ നിസ്സംഗത മാത്രമാണ്. പ്രതിപക്ഷത്തിരുന്ന് കള്ളം പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് ഭരണത്തിൽ കയറിയിട്ടും ആ പഴയ ശീലമൊട്ടും മാറുന്നില്ല അല്ലേ? കേന്ദ്ര നിയമം വൻകിട കമ്പനികൾക്ക് കൃത്യമായ കൂച്ചുവിലങ്ങിട്ടപ്പോൾ അതിനെ ഇവിടെ നടപ്പിലാക്കാതെ കെട്ടിപ്പൂട്ടിവെച്ച് കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിച്ചു കൊടുത്തത് ആരാണ്? തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ പോലും ഈ വലിയ കൊള്ളയ്ക്ക് മുൻപിൽ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ കേന്ദ്രത്തോടുള്ള അന്ധമായ രാഷ്ട്രീയ വിരോധം കാരണം ഈ ലേബർ കോഡ് കേരളത്തിൽ വിജ്ഞാപനം ചെയ്യാൻ തയ്യാറായില്ല. ഇപ്പോൾ ഭരണം കിട്ടിയ UDF ആകട്ടെ മന്ത്രിസ്ഥാനം വിഴുങ്ങുന്ന തിരക്കിലും ആഭ്യന്തര ഗ്രൂപ്പുകളിലുമാണ്. ഇതിനിടയിലാണ് പാവം ജീവനക്കാർ ഒരൊറ്റ ദിവസം കൊണ്ട് വഴിയാധാരമായത്. എന്നിട്ട് നാണമില്ലാതെ കുറ്റം മുഴുവൻ കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. ആഹാ, എന്തൊരു അന്തസ്സുള്ള രാഷ്ട്രീയം! കണ്ടു പഠിക്ക് എല്ലാവരും. ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന ബോധം ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കില്ലാതെ പോയത് വളരെ കഷ്ടം തന്നെയാണ്. ഇവർ ഈ പറയുന്ന കേന്ദ്ര ലേബർ കോഡ് ഇവിടെ കൃത്യസമയത്ത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രത്തോളം ജീവനക്കാർക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്കൊന്ന് വസ്തുതാപരമായി നോക്കാം. കഴിഞ്ഞ 1 നൂറ്റാണ്ടോളമായി രാജ്യത്ത് നിലനിന്നിരുന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സങ്കീർണമായ 29 പഴയ കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ ലളിതമാക്കി ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ ലേബർ കോഡ്. തൊഴിൽ മേഖലയിലെ എല്ലാ ചൂഷണങ്ങൾക്കും അറുതി വരുത്താൻ ലക്ഷ്യമിട്ടിട്ടാണ് ഈ പരിഷ്കാരം കൊണ്ടുവന്നത്. ഈ പുതിയ നിയമം ഇവിടെ കൃത്യമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ 300-ലധികം ജീവനക്കാരുള്ള കോറോ ഹെൽത്ത് പോലെ ഒരു വലിയ സ്ഥാപനത്തിന് തങ്ങളുടെ ജീവനക്കാരെ പിരിച്ചുവിടണമെങ്കിൽ കുറഞ്ഞത് 3 മാസമെങ്കിലും കാര്യകാരണ സഹിതം നോട്ടീസ് നൽകണമായിരുന്നു. ഇതുമാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയും ഇതിനായി വാങ്ങണമായിരുന്നു.
ഇതൊക്കെ നിയമവിധേയമായി ചെയ്യേണ്ടി വരുമെന്ന ഭയം ഉണ്ടായാൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയും നമ്മുടെ നാട്ടിൽ യുവാക്കളെ ഇങ്ങനെ പന്താടാൻ ധൈര്യപ്പെടില്ലായിരുന്നു. ഇതുകൂടാതെ ജോലി ചെയ്ത ഓരോ വർഷത്തിനും 15 ദിവസത്തെ ശമ്പളവും റിസ്ക് ഫില്ലിംഗ് ഫണ്ടായി മറ്റൊരു 15 ദിവസത്തെ വേതനവും അധികമായി നൽകി സ്ഥാപനം ഇനി അടച്ചുപൂട്ടുകയാണെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ ശമ്പളമെങ്കിലും നഷ്ടപരിഹാരമായി തൊഴിലാളിക്ക് നൽകാൻ ഈ നിയമത്തിൽ കൃത്യമായ വ്യവസ്ഥയുണ്ട്. പഴയ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തെ നിയമപ്രകാരം 5 വർഷം വരെ ഒരേ സ്ഥാപനത്തിൽ അടിമപ്പണിയെടുത്താലേ ഒരു തൊഴിലാളിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ കേന്ദ്ര നിയമപ്രകാരം വെറും 1 വർഷം തികച്ചാൽ തന്നെ ജീവനക്കാരൻ ഗ്രാറ്റുവിറ്റിക്ക് പൂർണ്ണ അർഹനാകും. ഇതിലും വലിയ എന്ത് സുരക്ഷിതത്വമാണ് കേന്ദ്ര സർക്കാർ നൽകേണ്ടത്? ആഴ്ചയിൽ 48 മണിക്കൂർ ജോലി എന്ന വ്യവസ്ഥയോടെ 3 ദിവസത്തെ നിർബന്ധിത അവധിയും അധിക ജോലി ചെയ്താൽ അതിന് കൃത്യമായ ഇരട്ടി വേതനവും EPF, ESI തുടങ്ങിയ സാമൂഹിക സുരക്ഷിതത്വവും ലിംഗഭേദമില്ലാതെ തുല്യവേതനവും രാത്രി ഷിഫ്റ്റുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷയും ഉറപ്പാക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ലേബർ കോഡ്. തൊഴിലാളിക്ക് അന്തസ്സോടെ ജോലി ചെയ്യാനും അർഹമായ വേതനം കൃത്യമായി വാങ്ങാനും പ്രാപ്തമാക്കുന്ന ഈ നിയമത്തെയാണ് ഇവിടുത്തെ വികസന വിരുദ്ധർ കറുത്ത നിയമമെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. പക്ഷേ ഇതൊന്നും കേരളത്തിലെ IT ജീവനക്കാർക്ക് കിട്ടരുത് എന്ന് നിർബന്ധമുള്ള 2 കൂട്ടരാണ് ഇവിടുത്തെ LDFും UDFും. കാരണം ഈ പറയുന്ന ആനുകൂല്യങ്ങളും സുരക്ഷയുമൊക്കെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് കിട്ടിയാൽ അതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിലെ BJP സർക്കാരിന് പോകുമെന്ന കടുത്ത അസൂയയും രാഷ്ട്രീയ ഭയവുമാണ് ഇവരെ നയിക്കുന്നത്. തങ്ങളുടെ ഇടുങ്ങിയ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് യുവാക്കളുടെ തൊഴിൽ സുരക്ഷിതത്വമാണ് ഇവർ പണയം വെച്ചിരിക്കുന്നത്. പഴയ കേന്ദ്ര നിയമങ്ങൾ പാർലമെന്റ് വഴി ഇല്ലാതാവുകയും പുതിയ ലേബർ കോഡ് സംസ്ഥാന സർക്കാർ ഇവിടെ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്തതോടെ കേരളത്തിലെ ഒരു വലിയ തൊഴിൽ തർക്കം വന്നാൽ ഏത് നിയമപ്രകാരം കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇവിടുത്തെ ലേബർ ഓഫീസർമാർക്കോ കോടതികൾക്കോ പോലും അറിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു നിയമമില്ലാത്ത അവസ്ഥ മുതലെടുത്താണ് വിദേശ കോർപ്പറേറ്റ് കമ്പനി ഒറ്റ രാത്രി കൊണ്ട് കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകൾ പൂട്ടി ജീവനക്കാരെ തെരുവിൽ ഇറക്കിവിട്ടത്. സംസ്ഥാനത്ത് നിയമം നടപ്പിലാക്കാൻ കാണിച്ച ഈ മെല്ലെപ്പോക്കിന് ഒടുവിൽ വലിയ വില നൽകേണ്ടി വന്നത് പാവം ജീവനക്കാരാണ്. അധികാരത്തിലെത്തിയ പുതിയ UDF സർക്കാരിന്റെ അനുരഞ്ജന ശ്രമങ്ങളെ കമ്പനി അധികൃതർ പുല്ലുപോലെയാണ് തള്ളിക്കളഞ്ഞത്. കാരണം അവർക്കറിയാം തങ്ങളെ നിയമപരമായി പൂട്ടാൻ ഇവിടുത്തെ സർക്കാരിന്റെ കയ്യിൽ കൃത്യമായ ലേബർ കോഡോ ചട്ടങ്ങളോ ഇല്ല എന്ന്. സ്വന്തം ഭാഗത്തുള്ള ഈ ഹിമാലയൻ പരാജയം മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ KCയും കൂട്ടരും കേന്ദ്രത്തിനെതിരെ പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്നത്. ഇനിയെങ്കിലും ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഈ പരിപാടി ഇവർ അവസാനിപ്പിക്കണം. ഭരണം കയ്യിൽ വെച്ചുകൊണ്ട് സമരം ചെയ്യാനും ഫേസ്ബുക്കിലും എക്സിലും വന്ന് കണ്ണീരൊഴുക്കാനും കോൺഗ്രസിന് കഴിഞ്ഞേക്കും. പക്ഷേ വിയർപ്പൊഴുകി ജീവിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതം വെച്ച് ഈ കള്ളക്കളി ഇനി അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇനിയെങ്കിലും ഈ വില കുറഞ്ഞ വോട്ട് ബാങ്ക് നാടകങ്ങൾ അവസാനിപ്പിച്ച് കേന്ദ്ര ലേബർ കോഡ് അടിയന്തരമായി കേരളത്തിൽ വിജ്ഞാപനം ചെയ്ത് നടപ്പിലാക്കാൻ പുതിയ UDF സർക്കാർ തയ്യാറാകണം. അതോ മുൻപുണ്ടായിരുന്ന LDF സർക്കാരിനെ പോലെ കോർപ്പറേറ്റുകൾക്ക് ദാസ്യവേല ചെയ്ത് ഈ നാടിനെ വീണ്ടും കുട്ടിച്ചോറാക്കുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.